ഹലോ, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം 6ലോ 7ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ജമാൽ എന്നോടൊരു രഹസ്യം പറഞ്ഞു. എടാ ശശി, നിനക്കറിയോ, നമ്മുടെ പേരൻസ് നമ്മുടെ ആളാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവനെ നോക്കി. എടാ സത്യമാണെന്നാ ഞാൻ പറഞ്ഞ്. ജമാൽ വീണ്ടും പറഞ്ഞു, അയാളുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. എനിക്ക് വിശ്വാസമായില്ലെന്ന് മനസ്സിലായപ്പോൾ ജമാൽ ആ വെടികൂടി പൊട്ടിച്ചു. പ്രേംനസീറിൽ അബ്ദുൽ ഖാദർ എന്നൊരു പേരുണ്ടോ? എനിക്കാകെ കൺഫ്യൂഷനായി. അന്നേ ഞാൻ സിനിമാ പ്രാന്തനാണ്. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പ്രേംനസീറിൻ്റെയൊക്കെ. അങ്ങനെയാണെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലെ ശ്രീരാമനോ, ആരോമലുണ്ണിയുടെ ആരോമലോ, ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനോ, ഇവരൊക്കെ ആരാണ്? ഹിന്ദുവല്ലേ? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം വന്നു. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി സാറാമയിലെ ജോസഫോ, അതും പ്രേംനസീറല്ലേ? ഇങ്ങ് കുട്ടിക്കുപ്പായത്തിലെ മജീദോ, അതും പ്രേംനസീറല്ലേ? എനിക്കാകെ കൺഫ്യൂഷനായി. അപ്പോൾ പ്രേംനസീർ ആരുടെ ആളാ? എൻ്റെ മനസ്സിൽ ആ സംശയം ഇങ്ങനെ വിടാതെ നിന്നു. നീ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഞാൻ തലയുർത്തി നോക്കിയപ്പോൾ കണക്കിൻ്റെ മാഷ് അടുത്ത് നിൽക്കുന്നു. കുറേ നേരമായി എന്തോ ആലോചിച്ചിരിക്കുന്ന എന്നെ കണ്ട് അദ്ദേഹം ചോദിച്ചതാണ്. സാർ, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഓ, ചോദിച്ചോളൂ, സംശയമല്ലേ, ചോദിച്ചോളൂ. കണക്കിൻ്റെ എന്തോ വലിയൊരു സംശയമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. സാർ, പ്രേംനസീറിൻ്റെ ജാതി ഏതാണ്? ഞാൻ തുറന്നു തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു. കുറച്ചു നേരം അദ്ദേഹം എന്നെ തന്നെ നോക്കി. പിന്നീട് പതുക്കെ പറഞ്ഞു, പ്രേംനസീറിന് ജാതിയില്ല, മതമില്ല. എനിക്ക് വിശ്വാസമായില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ജാതിയും മതമില്ലാത്തവരോ? അങ്ങനെയുള്ളവരുണ്ടോ? അങ്ങനെ ഒരുപാട് പേരുണ്ട്, ജാതിയും മതവും ഇല്ലാത്തവർ. അതിലൊരാളാണ് പ്രേംനസീർ. പിന്നീട് അദ്ദേഹം ഒരു ഉപദേശ രൂപേണ എന്നോട് പറഞ്ഞു, ഈ ജാതിയും മതവും വർഗീയതയൊക്കെ അത് ചിന്തിച്ച് നടക്കുന്നവരുടെ അല്ലെങ്കിൽ അത് പറഞ്ഞു നടക്കുന്നവരുടെയൊക്കെ ഉള്ളിലാണുള്ളത്. പിന്നീട് അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി ഒരു തമാശയോടുകൂടി പറഞ്ഞു, പ്രേംനസീർ, ഉമ്മറും ജയഭാരതിയും ഷീലയൊക്കെ നമ്മുടെയൊക്കെ ആളാണോ? ഇന്ന് വീണ്ടും ആ ചോദ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അന്ന് പ്രേംനസീർ ആരുടെ ആളാണെന്നുള്ള ജമാലിന്റെ ചോദ്യം നിഷ്കളങ്കമായ ഒരു ചോദ്യമാണെങ്കിൽ, ഇന്ന് മമ്മൂട്ടി ആരുടെ ആളാണെന്നുള്ള ചോദ്യം അത്ര നിഷ്കളങ്കമല്ല. അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ചോദ്യം ചോദിക്കുന്നവർ മാത്രമല്ല, ഉത്തരം പറയുന്നവരും സെറ്റ് ചെയ്ത ഒരു അജണ്ടയാണ്. ചോദ്യം ചോദിക്കുന്നതിലൂടെയും ഉത്തരം പറയുന്നതിലൂടെയും കളത്തിലേക്ക് മാറ്റപ്പെടുന്നത് മമ്മൂട്ടി മാത്രമല്ല, ഒരു സമൂഹം തന്നെയാണ്. തങ്ങളുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വ്യത്യസ്ത കളങ്ങൾ ഉണ്ടാക്കുകയും വ്യത്യസ്ത കളങ്ങളിലേക്ക് കാലാകാലങ്ങളിലായി മനുഷ്യരെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. എന്നാൽ നേരത്തെ കണക്കിൻ്റെ അധ്യാപകൻ പറഞ്ഞതുപോലെ, എത്രയെല്ലാം വേലിക്കെട്ടുകൾ കെട്ടിയാലും എത്രയെല്ലാം കളങ്ങൾ തീർത്താലും അതിൽ നിന്നും ഒതുങ്ങാത്ത, അതിൻ്റെയൊക്കെ പുറത്ത് നിഷ്പ്രയാസമെത്തുന്ന ചിലരൊക്കെയുണ്ട്. മമ്മൂട്ടി നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നത് പ്രാഞ്ചിയേട്ടനായും നരസിംഹ മന്നാടിയാറായും അഹമ്മദ് ഹാജിയായിട്ടും ഒക്കെയാണ്. ഏത് കളത്തിൽപ്പെടുത്തിയാലും മമ്മൂട്ടിയെ പോലെയുള്ള കലാകാരന്മാർക്ക് ആ കളത്തിൽ നിന്ന് പുറത്തു ചെയ്യാൻ മറ്റൊരു ചന്ത് വന്നാൽ മതി. അതുകൊണ്ട് മമ്മൂട്ടി ആരുടെ ആളാണെന്ന ചോദ്യത്തിന് പണ്ട് ആ കണക്കധ്യാപകൻ പറഞ്ഞ നമ്മുടെ എല്ലാം ആളാണെന്ന അതേ ഉത്തരം തന്നെ ആവർത്തിച്ചുകൊണ്ട് സിനിമാ കമ്പം അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾക്കായി ആവേശപൂർവ്വം കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം.